ഇന്നപ്പോ എന്റെ മാമന്റെ വീട്ടിൽ ഓണസദ്യയാണ്. എല്ലാ കൊല്ലം അവിടെ ഒരു ഓണസദ്യ പതിവാണ്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കയറിയിട്ട് മാമന്റെ വീട്ടിൽ എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം കിച്ചണിക്കാണ് പോയത്. കാരണം ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ മാമി പച്ചക്കറികളൊക്കെ ഇന്നലെ തന്നെ വാങ്ങി വെച്ചതിനെ കൊണ്ട് കുറെ ഐറ്റംസ് ഒക്കെ കേട് വന്ന പോലെ ആയിക്കണേ. വൈദ്യനൊക്കെ കേടാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കവറായിട്ട് അയച്ചു നോക്കിയ സമയത്താണ് ഓരോ പച്ചക്കറി കേടുന്നതും പയറും വാടിയതൊക്കെ കണ്ടത്. ഈ പയർ ഇന്നലെ വാങ്ങിയ സമയത്ത് നല്ല ഫ്രഷ് ആയിരുന്നല്ലോ, ഇന്നിപ്പോ നല്ല വാടിയാണ്. പിന്നെ എന്റെ അമ്മ ഇപ്പൊ എടുത്തു വെച്ചോണ്ടിരിക്കുന്നത് പച്ചക്കായ ഉണ്ടോ, പഴമല്ല. ഇത് അവിയലിനും കൂട്ടുകറിക്കും സാമ്പാറിനും ഒക്കെ കൂടി വാങ്ങിച്ച പച്ചക്കായ ഇരുന്ന് കവർന്നെടുത്തേക്കാത്തതിനെ കൊണ്ട് ആസ് യൂഷ്വൽ അത് പഴുത്തിക്കണേ. അങ്ങനെ പിന്നെ മാമി വേഗം മാമിന്റെ ബ്രദറിന്റെ മോന്റെ കയ്യിൽ ക്യാഷ് കൊടുത്ത് പറഞ്ഞയക്കാണ് ചെയ്തത് പച്ചക്കായൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. കാരണം ഇത് കട്ട് ചെയ്യലും ഇത് ഉണ്ടാക്കലും ഒക്കെ ആകുമ്പോഴേക്കും ഒരു സമയമാവും. ഇപ്പൊ സമയം ഏകദേശം 8:30 ആ ഒരു സമയം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇത് കട്ട് ചെയ്യാനൊക്കെ വേണ്ടി നിന്ന്. അതിന്റെ മുന്നേ തന്നെ ഓരോ പച്ചക്കറി ഞാൻ അങ്ങനെ സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ആദ്യം തന്നെ ഞങ്ങൾ അവിയലിനും അതേപോലെ സാമ്പാറിനും ഉള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന്. അങ്ങനെ ഞാൻ ഇത് മാറ്റിയിടാൻ വേണ്ടി ഇരുന്നപ്പോഴോ എനിക്ക് കവറിന്റെ അടിയിലൊക്കെ പെട്ടിട്ട് പിന്നെയും ക്യാരറ്റ് കേടുന്നതൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. അതിന് പിന്നെ ഞാൻ അതിൽ നിന്ന് ആ കേടുന്ന ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ട് കളയാൻ വേണ്ടിയിട്ടിട്ട് പിന്നെന്ന് വെച്ചാണെങ്കിൽ മുരിങ്ങക്കായന്റെ ഒരു കെട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അവിയലിനും സാമ്പാറിനും ഒക്കെ വേണമല്ലോ. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച്. ഇത് ഫ്രഷ് ആയിരുന്നു, കാരണം ഇത് പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായേ. അതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ പീൽ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന്. ആദ്യം കത്തിയോണ്ടാണ് ക്യാരറ്റ് പീൽ ചെയ്യാൻ നോക്കിയത്. പിന്നെ എവിടെ എത്തൂലാന്ന് കണ്ടപ്പോൾ വേഗം പീലർ എടുത്തിട്ടാ. അങ്ങനെ പിന്നെ പീലർ എടുത്തിട്ടാണ് പിന്നെ പീൽ ചെയ്തത്. നമുക്ക് പിന്നെ ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ തൊലി ചെത്തിയാൽ അവിയലിനും സാമ്പാറിനും ഉള്ളത് വേഗം വേഗം അരിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ആ പണിയിലേക്ക് ഇരുന്ന്. ഞാനിത് പീൽ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അമ്മ അപ്പുറത്ത് അവിയലിനുള്ളത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ സാമ്പാറിനുള്ളതും കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കത്തിന്റെ എണ്ണം കുറവായതിനെ കൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് തന്നെ കട്ട് ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ പിന്നെ മാമിന്റെ സിസ് വരുമ്പോൾ നമുക്ക് കത്തിയൊക്കെ കൊണ്ടുതന്നെ. പിന്നെ ഇവിടെ ആർക്കും ചേന ചെത്താൻ വേണ്ടിയിട്ട് കയ്യിലായിരുന്നു, കാരണം എല്ലാവർക്കും ചൊറിയും. എനിക്ക് പിന്നെ ആ ഒരു പ്രശ്നം ഇല്ലാത്തതിനെ കൊണ്ട് ആ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്ത്. അങ്ങനെ ഏകദേശം സാമ്പാറിനും അവിയലിനുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ അവിയലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആണ്. പിന്നെ ഇവിടെ മാമിന്റെ താത്ത ക്യാബേജ് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉപ്പേരി ക്യാബേജ് ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള ക്യാബേജ് ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഏകദേശം കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുക്കിങ്ങിലോട്ട് ഈ തേങ്ങ വറുക്കുക. ഇപ്പൊ സാമ്പാറിലോട്ടും അതേപോലെ എരിശ്ശേരിയിലോട്ടൊക്കെ തേങ്ങ വേണമല്ലോ. അങ്ങനെ തേങ്ങ വറുത്ത് പിന്നെ സാമ്പാർ ഏകദേശം ഇവിടെ റെഡിയായി. സാമ്പാർ ഞാനാണ് ഉണ്ടാക്കിയത്. അതേപോലെ ക്യാബേജ് ഉപ്പേരിയും ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഓരോ ഐറ്റംസ് ഒക്കെ റെഡി ആവുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാ ക്ലിപ്പും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പുറത്താണ് ഞങ്ങൾ ചോറിനും പായസത്തിനും ഒക്കെ അടുപ്പ് കൂട്ടിയത്. വേറെ ഒന്നല്ല, അംഗസംഖ്യ കുറച്ച് കൂടുതലായതിനെ കൊണ്ട് പുറത്ത് അടുപ്പ് കൂട്ടിയാലേ നടക്കുള്ളൂ. പിന്നെ പായസത്തിലോട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് അത് വറവിട്ട് മാറ്റി വെച്ച് പിന്നെ അവസാനത്തെ പണികളിലോട്ട് കടന്നിക്കണ്. പപ്പടം പൊരിക്കുക അങ്ങനത്തതൊക്കെ. ഇപ്പോഴൊക്കെ തന്നെ സമയം 1:30 ഉണ്ട്. മക്കളൊക്കെ നല്ല ഒച്ചപ്പാടും വിളിയായിരുന്നു. അപ്പൊ ഓർക്ക് ഇല ഇട്ടിട്ട് ആദ്യം ഓരങ്ങോട്ട് ഇരുത്തി ഓർക്കുള്ള ഐറ്റംസ് ഒക്കെ വിളമ്പി കൊടുത്ത് ഓര് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ സിറ്റ് ഔട്ടിലോട്ട് മാറ്റി കേട്ടോ കുറച്ച് ആൾക്കാരെ. കാരണം അവിടെ പിന്നെ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയതിന് ശേഷം ഞങ്ങളൊക്കെ സിറ്റ് ഔട്ടിലാണ് ഇരുന്നത്. പിന്നെ ഇന്റെ ഇലയിലോട്ട് വരാം. ഐറ്റംസ് ഒക്കെ വളരെ കുറവാണെങ്കിലും തട്ടിക്കൂട്ടിയ ഞങ്ങൾ ഏകദേശം 2-3 മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു സദ്യയാണ്. ഈ പുളിഞ്ചി പിന്നെ ഞാനാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ തലേ ദിവസം രാത്രി തന്നെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കുകയാണ് ചെയ്തത്. അവസാനമായിട്ട് ചോറും സാമ്പാറൊക്കെ വന്ന് കുഴച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങി. വിശപ്പിന്റെ വിളി എപ്പോഴോ വന്നാണ്. അതേപോലെ തന്നെ പണിയൊക്കെ എടുത്ത് കുറച്ച് ടയേർഡായും ചെയ്തിക്കണ്. അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റംസും കുഴച്ച് കഴിക്കുന്ന തിരക്കിൽ പിന്നെ എനിക്ക് ക്ലിപ്പൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഇതിന് ശേഷം ഞങ്ങൾ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. പായസം കൂടി കുടിച്ച് സദ്യം കഴിച്ചപ്പോഴേക്കും എല്ലാവരും സൈഡ് അയക്കണേ. പിന്നെ എനിക്കാണെങ്കിൽ പിന്നെ ഇപ്പന്റെ കൂടെ പെട്ടെന്നൊരു എമർജൻസിക്ക് പുറത്തു വേണ്ടി വന്നതിനെ കൊണ്ട് ബാക്കിയുള്ള ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.